നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി. എന്റെ ചേട്ടനെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, വാറുണ്ണി പുലിവെടി വീരൻ. എന്റെ അച്ഛൻ ചേറുണ്ണി കാട്ടാന വെടിവീരൻ. ഹായ് ഗൈസ്, ദിസ് ഇസ് ചിത്ര. വെൽക്കം ടു മൈ ചാനൽ ചിത്ര ബാലസുബ്രഹ്മണ്യൻ. അപ്പം ഞാനിന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ പോവേണ്ടിയിരുന്നത് മൂന്നാറിലേക്കായിരുന്നു. പക്ഷെ മഴ കാരണം നമ്മൾ അതൊന്ന് കൊടൈക്കനാലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ 4 മണിക്ക് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യാത്ര തുടങ്ങി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ MDSൽ നിർത്തി. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 95 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. ഇത് പൈന് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണല്ലേ? പൈന് കഴിഞ്ഞ് ഓൺ ദി വേ ടു കൊടൈക്കനാൽ. അപ്പോൾ നമ്മുടെ ഇത് ഫോട്ടോ സ്പോട്ടാണ്. ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ നിർത്തിയ സ്ഥലം ഉണ്ടല്ലോ, ഇത് പഴനിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഇവിടെ നിന്നാലുണ്ടല്ലോ നമുക്ക് ഈ പൊള്ളാച്ചി ആനമല റോഡിൽ ഈ പുളിമരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ആ സെയിം വൈബ് കിട്ടും. പിന്നെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ജേർണി കണ്ടിന്യൂ ചെയ്തു. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലൂടെ പോയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ തന്നെ മൂന്നാറിൽ പോകാൻ പ്ലാൻ ചെയ്ത പാതി ആൾക്കാരും കൊടൈക്കനാലിലേക്ക് വിട്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് അത്രയും KL വണ്ടികൾ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാൻ പറ്റിയ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. റൂമിൽ ചെന്ന് ഫ്രഷ്നപ്പായിട്ട് നമ്മളിനി നേരെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് കോക്കസ് വാക്കിലേക്കാണ്. നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇതിൻ്റെ എൻട്രൻസിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നമ്മളിപ്പം നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ട്. നമുക്കെന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് കൊടൈക്കനാലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ കോക്കസ് വാക്കാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിന് ഉള്ളിലേക്ക് എൻട്രി ആവുന്നിടം തൊട്ട് ഈ ഒരു വ്യൂ പോയിൻ്റ് അവസാനിക്കുന്നിടം വരയ്ക്കും നമുക്ക് റൈറ്റ് സൈഡിൽ ഷോപ്പിംഗ് സ്റ്റോൾസ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോൾസ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് നേച്ചർ വ്യൂസ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരു 10 തൊട്ട് 12 വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ വാലി വ്യൂ, മൗണ്ടെയിൻ വ്യൂ, വൈഗേ ഡാം വ്യൂ, പിന്നെ ഓൾഡ് കൊടൈക്കനാൽ വ്യൂ, ഡോൾഫിൻ നോസ് വ്യൂ, കുറിഞ്ഞി ഗാർഡൻ, ടെലസ്കോപ്പ് ഹൗസ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. മെഡിസിനൽ ഗാർഡൻ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്ക് വ്യൂസൊക്കെ കാണാം, ഫുഡൊക്കെ കഴിക്കാം, ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങൾ ഒരു സമയം നടക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ കോക്കസ് വാക്കിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മുടെ പ്രയാണം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇടയ്ക്ക് ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ നമ്മളത് നോക്കും. ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ അത് വിടും കേട്ടോ. എനിക്ക് അങ്ങനെ എല്ലാ ഐറ്റംസൊന്നും ഇഷ്ടമല്ല. സൈഡ് വലിയുണ്ടല്ലോ. അങ്ങനെ വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ട് നടക്കുമ്പോഴാണ് സൈഡിൽ സോൻ പപ്പടി ഇരിക്കുന്നത് കണ്ടതല്ലേ, എന്തായാലും വാങ്ങിയേക്കാമെന്ന് അതങ്ങ് വാങ്ങി. അപ്പോഴാണ് ചേട്ടൻ നമ്മളെ ബലൂൺ പൊട്ടിക്കാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മേലെ വെക്കാൻ പാടില്ല. ഒന്നാ മറത്തു. ഇതാണ് കോക്കസ് വാക്കിൻ്റെ ലാസ്റ്റ് വ്യൂ പോയിന്റ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മലയെല്ലാം മൂടി ഒരു കോട ഇറങ്ങുമെന്ന് പറയില്ലേ, ശരിക്കും അത് നമുക്ക് അവിടെ നിന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
എല്ലാവരും ഇനി ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പതുക്കെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ കോക്കോസ് വാക്കിലുള്ള എത്രയും വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ വരാൻ. അപ്പോൾ എന്തായാലും അത്യാവശ്യം സമയം എടുക്കും. ആ ഒരു സമയം സ്പെൻഡ് ചെയ്ത് നമ്മളത് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു വർത്ത് വിസിറ്റ് തന്നെയാണ് കോക്കോസ് വാക്ക്. നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ ഒരു ചെറിയ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ നമുക്കെന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. ചെറിയ ചെറിയ ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. ചെറിയ ഫുഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മാഗി, ചായ, ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ ചായയും കുടിച്ചു, പിന്നെ മാഗിയൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് തണുപ്പത്ത് മാഗി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ നോർമൽ മാഗിയിൽ ഇപ്പം നല്ല എനിക്ക് മാഗി നൂഡിൽസ് തന്നെയാണ് ഇഷ്ടം. അതിനുശേഷം നമ്മൾ നേരെ സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോയത്. എൻ്റെ കൊടൈക്കനാലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സൂയിസൈഡ് പോയിൻ്റ് ആണ് കേട്ടോ. ശരിക്കും അത്ര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് വേറെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വ്യൂ പോയിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ കോൺ എന്തായാലും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹാഫ് അമ്മയ്ക്കും കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ. ഞങ്ങളങ്ങനെ ഇപ്പോൾ പില്ലർ റോക്ക് കാണാൻ വന്നിരിക്കുകയാണ്. പില്ലർ റോക്കിലേക്ക് പോകുന്നതിന് കുറച്ച് മുമ്പ് മേലെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആ വ്യൂ പോയിന്റിൽ വന്നു. ഇവിടെ നിന്നുണ്ടല്ലോ ആ എൻറ്റയർ വ്യൂ വ്യത്യാസമാണ്. പക്ഷെ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പില്ലർ റോക്കിൻ്റെ വ്യൂ മാത്രമാണ് നോക്കിയിടുന്നത്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ പില്ലർ റോക്കൊക്കെ കണ്ടതിന് ശേഷം നേരെ ഗുണ കേവിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഹറിയിലാണ് വന്നത്, കാരണം ഗുണ കേവ് ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഗുണ കേവിലേക്ക് കയറിയിട്ടുണ്ട്. 2 years മുമ്പാണ് ഞാൻ ലാസ്റ്റ് കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഈ ഗുണ കേവിനും ഇന്നത്തെ ഈ ഗുണ കേവിനും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അന്ന് ഈ മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഹൈപ്പൊന്നും ഇല്ല. ഇന്ന് ഈ ഗുണ കേവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമലഹാസൻ്റെ ഡയലോഗ് അങ്ങനെ മുഴങ്ങി കേൾക്കും. അറ്റ്ലീസ്റ്റ് 10 പേരിൽ 5 പേരെങ്കിലും ആ ഡയലോഗ് പറയുന്നുണ്ടാവും. എല്ലാവരും ചില്ലിങ്ങിന് വേണ്ടിയിട്ട് ഗ്യാങ്ങായിട്ട് വന്ന് ആ മഞ്ഞുമേൽ ബോയ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ലൊരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു കല്ലിൻ്റെ പുറത്തൊക്കെ നിന്നിട്ടാണ് ഞാൻ കണ്ടത്. ശരിക്കും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം ഗുണ കേവിൽ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ ഗുണ കേവിൻ്റെ സ്റ്റോറിയൊക്കെ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കുമുള്ള ഗുണ കേവ് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം അന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുണ കേവൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. നന്നായിട്ട് ചില്ല് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. ശരിക്കും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുമ്പ് വന്ന എക്സ്പീരിയൻസും ഇപ്പോൾ വന്ന എക്സ്പീരിയൻസും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പതുക്കെ നടന്നു വന്നിട്ടാണ് ഓരോരോ വ്യൂ പോയിൻറ്റ്സും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ സൈറ്റ് സീയിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഇതുവരെയ്ക്കും ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി റൂമിൽ പോയിട്ട് വേണം ലഞ്ചും ഡിന്നറും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.